ഫ്യൂസായ ബൾബ്. ബ്രൈ നോക്കണത് നമ്മളറിയാതെ തന്നെ വയസ്സായേട്ടാ വളരെ അറിയൊന്നുമില്ല. കൊള്ളാച്ചാ, കഴിവില്ലാത്ത മോനല്ലേ? ഒരു കാര്യം ചെയ്യ്, കൊണ്ട് ഫ്ലെക്സ് ഒട്ടിക്ക്, കെട്ടാൻ ഒരു പെണ്ണ് കൊടുക്ക്, കഴിവില്ലാത്തവനാണ്, എന്നിട്ട് എൻ്റെ ഫോട്ടോയും കൂടെ കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും വരുമല്ലോ. കഴിവില്ലല്ലോ, നമുക്ക് തീരെ കഴിവില്ലല്ലോ ഒന്നിനും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, എനിക്ക് ഓരോ തന്നമാരെ പോലെ ഒരു കഴിവില്ലെങ്കിൽ മണമണഞ്ഞന്മാരൊക്കെ എൻ്റെ മക്കളുടെ വലുതാണ്, എൻ്റെ വലിയ വലിയ ഭംഗി സംഭവമാണെന്നും പറഞ്ഞൊക്കെ എനിക്ക് പറ്റൂല. ഞാൻ ഉള്ളത് പറയും, ഞാൻ പറഞ്ഞ ഉള്ളതാണ്. ഒരു കാര്യം പറയാം, ഇവിടെ മാത്രം ഇങ്ങനെ അച്ഛന് വിലയില്ലാത്ത എന്നെ കുറിച്ച്. പുറത്തിറങ്ങി വിഷ്ണുവിനെ കുറിച്ച് ചോദിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും എൻ്റെ വില കേട്ടാ. എടാ പുറത്തുള്ള ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിക്കാനടാ, നീ ആരാ തിരിക്കല്ലേ അറിയാവൂ. അച്ഛാ, ഈ ലോകത്തുള്ള എല്ലാവരും കഴിവുള്ളവരായിരിക്കണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കഴിവില്ലാത്തവർക്കും ജീവിക്കണ്ടേ. അപ്പൊ അവരൊക്കെ എന്തിനാണ് തല്ലിക്കൊല്ലണോ? അത് തന്നെ അച്ഛാ, അന്ധനും മൂകനും ബദ്രനും പിന്നെ ബുദ്ധിമാന്യമുള്ളവർക്കെല്ലാം ജീവിക്കാനുള്ളതാണ് ഈ ലോകം. അല്ലാതെ കഴിവുള്ളവന് മാത്രം ജീവിക്കാനുള്ളതൊന്നുമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കോ അച്ഛേ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചാണ്. അച്ഛേ, നീ ഇപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാ. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിലേ ഇതൊക്കെ വേണം. അങ്ങോട്ട് നീ ചോദിച്ചോ. അച്ഛൻ പറഞ്ഞ പോലെയല്ലേ നിങ്ങളിപ്പോ പറയുന്നത്? എന്താന്ന്? ചേട്ടൻ പൊട്ടനാന്ന് നിങ്ങൾ ഉറപ്പിച്ച? പാറുവേ, ചേട്ടാ അങ്ങനല്ലേ പറഞ്ഞത്? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാനാണ്. വിഷ്ണുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, അതിനുള്ള കഴിവ് നല്ല പോലെ വിഷ്ണുവിനുണ്ട്. പക്ഷെ വിഷ്ണു ഒന്നും വേണ്ടാന്ന് വിചാരിക്കണ. വിഷ്ണു വിചാരിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാവ്, കാറ്, അന്തസ് എല്ലാം മേടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഒന്നും വേണ്ടാന്ന് ഞാൻ മനഃപൂർവ്വം വിചാരിക്കണാണ്. ഇല്ല, വേണ്ട വിചാരിക്കൂല. വിചാരിച്ചാലേ നടക്കും, പക്ഷെ വിചാരിക്കണ്ടേ മാണ്ടായി. അച്ഛാ, അച്ഛനെ എന്നെ മണ്ടെന്ന പൊട്ടനെന്ന് ഇനി മേലെ വിളിക്കല്ലേട്ടാ. വിളിച്ചാ ദൈവം പൊറുക്കില്ല, അത്ര തന്നെ. ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം ചെയ്, അമ്മേനെ വിളിച്ചു പറ, അമ്മയുടെ കൈക്ക് അച്ഛൻ നന്നാവുള്ളൂ. ഇത്രയും വർഷമായിട്ട് അവളെ തലകുത്തി ഇത് പയറ്റി നോക്കി, എന്നിട്ട് നന്നായില്ല. പിന്നെയാണ് അത് പറഞ്ഞ് പേടിപ്പിക്കല്ല വെച്ചു കേട്ടാ. അച്ഛൻ ആരെയും പേടിയില്ല, ഒന്നിനും പേടിയില്ല. അതുകൊണ്ട് അച്ഛൻ നമുക്ക് നന്നാക്കാനും പറ്റില്ല. അച്ഛൻ ഇങ്ങനെ പോകത്തുള്ളൂ. സൂപ്പർ അച്ഛൻ. യാശുവേ, നീ അവരെ കൂടെ കൂടിക്കൊണ്ടേ വല്ലാതെ സംസാരിക്കല്ലേ. അച്ഛനത് ഈയിടെ ചവിട്ടി തേക്കാണ്. എടാ, ഇവൻ്റെ കല്യാണ കാര്യത്തിനെ സംസാരിച്ചപ്പോഴേ ഏറ്റവും കൂടുതൽ എത്ര സംസാരിച്ചത് നീയാണ്. ഓർമ്മണ്ടാടാ, ഞാൻ രണ്ട് റോഡിൽ പോയിട്ട് വരുമ്പോഴേ കയ്യിൽ വാഴയ്ക്ക് പോവും, പരിപാടിയൊക്കെ കാണും. നീ അവിടെ ഈ കുട്ടി നിൽക്കറിട്ട് ഉണ്ണി വയറ് തള്ളി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കും, കയറ്റോടെ നിൽക്കും, എൻ്റെ പുതിയ കണ്ണ് നട്ട്. ആ കൊച്ചു കേശുവാണ് നീ എനിക്കിപ്പോഴും ഇവിടെ കളിച്ചോണ്ടല്ല, എൻ്റെ പഴുതറ വീശോട്ടെ വീശുകളായി കേട്ടാ. അല്ല അച്ഛൻ, അത് എനിക്കൊന്നും പറയാൻ വയ്യ. നിങ്ങൾ എന്താ വെച്ചാൽ പറ. അച്ഛാ, ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ പറയാൻ പോണത് വേറൊന്നുമല്ല, ഞാനും അച്ഛനും തമ്മിലൊരു അടിയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കഴിവില്ലാത്തവനാ, പക്ഷെ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ രക്ഷിക്കാനൊന്നും പറയണ്ട. ഇനി മുതൽ എനിക്ക് എൻ്റെ വഴി, അച്ഛൻ അച്ഛൻ്റെ വഴി. എൻ്റെ കാര്യത്തിൽ ഇടപെടുകയോ വേണ്ട, പ്രശ്നം തീർന്ന കാലം പോയ പോക്ക്. എൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് സംസാരിക്കാൻ എനിക്ക് ഇപ്പോഴും പേടിയാണ്. പേടിയല്ല, ബഹുമാനം. അതുകൊണ്ട് നീ കേട്ടോ, നിന്റെ കല്യാണ സംബന്ധമായ ഒരു കാര്യം കണ്ട് ഞാൻ ഇടപെടാൻ വരില്ല. നിന്റെ കല്യാണത്തിന് പോലും വരില്ല, കല്യാണക്കാരൻ സംസാരിക്കില്ല കേട്ടാ. ഹലോ.